സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെ പങ്കെടുക്കുമെന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ ക്ഷേത്ര ട്രസ്റ്റി അംഗങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവരൊന്നും പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ ഒരുപക്ഷേ AICC പ്രതിനിധി അയച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെയുണ്ട്. എന്തായാലും ജനുവരി 22-നാണ് പ്രതിഷ്ഠാദിന ചടങ്ങ് അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെ ക്ഷണം ലഭിക്കുമെന്നാണ് വിവരം. ദൗസർ, ഇപ്പോൾ ഇന്ത്യ മുന്നണി ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായി തന്നെ പ്രതിഷ്ഠാദിന ചടങ്ങ് നടത്തണമെന്നത് നേരത്തെ തീരുമാനിച്ചതുമാണ്. അപ്പോൾ ആ ദിവസം ഒരുപാട് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ആ വേദിയിലെത്തിക്കാൻ BJPക്ക് കഴിയുമോ? എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ സോണിയാഗാന്ധിക്ക് ഒരു ഇൻവിറ്റേഷൻ അയക്കുന്നു, മൻമോഹൻ സിംഗിന് അയക്കുന്നു. അതിനെക്കുറിച്ച് ദിഗ്വിജയ് സിംഗാണ് ഈ കാര്യം പുറത്തു വിടുന്നത്. സോണിയാഗാന്ധിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അവർ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കൊരു കൺഫ്യൂസിങ് സ്റ്റേജാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പങ്കെടുത്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. പങ്കെടുത്തിട്ടില്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്ത് പ്രചാരണമാണ് നടത്തുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് കൺഫ്യൂസ്ഡാണ്, തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ്. ഈ ആശയക്കുഴപ്പത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ കോൺഗ്രസിനുള്ള ആശയക്കുഴപ്പമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞാണ്, ഇന്ത്യയിലെ ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ വളർച്ചയുടെ അതിൻ്റെ ഗ്രാഫ് പരിശോധിച്ചാൽ അതിലേറ്റവും നിർണായകമായൊരു സന്ദർഭം, അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു ബൂസ്റ്റിംഗ് നൽകിയൊരു സംഗതി എന്തായിരുന്നു ചോദിച്ചാൽ, 1985-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, 85-ലോ 86-ലോ ആ കാലഘട്ടത്തിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത രാമായണ സീരിയൽ ബ്രഹ്മാനന്ദ സാഗറിൻ്റെ രാമായണ സീരിയൽ വരുന്നു. അതിനുശേഷം ലവ് കുഷ് അത് വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എല്ലാവരും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണത്. അത് ടെലിവിഷൻ സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത് ആര് ഭരിക്കുമ്പോഴാണ്? കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. രാജീവ് ഗാന്ധിയാണ് അന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഒരു രാമൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ഐക്കൺ, ഒരു പൊളിറ്റിക്കൽ ഐക്കൺ, ഈ പറയുന്ന ഒരു മാസ്കുലൈൻ ഐക്കൺ, വിടർന്ന നെഞ്ചുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, നീണ്ട മൂക്കുള്ള, വെളുത്തവനായ, വില്ലുകൊലിച്ചു നിൽക്കുന്ന ഒരു പൗരുഷ പ്രതീകത്തെ ഒരു പാൻ ഇന്ത്യൻ ഐക്കൺ ആയിട്ട് നിർമ്മിച്ചെടുത്ത, ഒരു ഹിന്ദുത്വ ഐക്കണായിട്ട് നിർമ്മിച്ചെടുത്ത ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന സംഗതിയാണ് ഈ സീരിയലിൻ്റെ സംപ്രേഷണം. അത് നടക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുകയാണ്. അതിന് തൊട്ട് ശേഷമാണ് ഈ പറയുന്ന ശിലാന്യാസം നടക്കുന്നത്. അതും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഈ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ കമൽനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ, അവിടെ ഇലക്ഷൻ പ്രചാരണത്തിന് BJPക്കാർ റാം ടെമ്പിളിൻ്റെ ബോർഡ് ഫ്ലക്സ് വെച്ചു. അപ്പോൾ ഇവർ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തു, ഇത് മത ചിഹ്നങ്ങളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന്. ആ പരാതി BJP എന്ത് ചെയ്യുന്നു വെച്ചാൽ ട്വിറ്ററിലിട്ടിട്ട് വലിയ പ്രചാരണമാക്കി. ഇവന്മാർ രാമക്ഷേത്രത്തിനെതിരാണ്, മര്യാദ പുരുഷോത്തമനായുള്ള രാമനെ ഇവന്മാർ ഉൾക്കൊള്ളുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ കമൽനാഥ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മറക്കണ്ട, ഇവിടെ ബാബരി മസ്ജിദിൻ്റെ പൂട്ട് പൊളിച്ചു കൊടുത്തത് ഞങ്ങളുടെ രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവകാശവാദമൊന്നും ഉന്നയിക്കേണ്ട, ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോൺഗ്രസ് ഇതിലെ പൊസിഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമൽനാഥ് പറഞ്ഞത് പ്രകാരം രാജീവ് ഗാന്ധിയാണ് ഇതിൻ്റെ പൂട്ട് പൊളിച്ചു കൊടുക്കുന്നു, പൂജ ചെയ്യാനുള്ള പള്ളിയിൽ പൂജ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. അതിനുശേഷം 86-ൽ അത് നടക്കുന്നു. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് പരാജയപ്പെടുന്നു, VP സിംഗ് അധികാരത്തിൽ വരുന്നു. അതിനുശേഷം VP സിംഗ് വരുന്നു, അതിൽ തന്നെ പടലപ്പണക്കുണ്ടായി. പിന്നെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയാവുന്നു, അത് കാലാവധി പൂർത്തിയാക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വാജ്പേയി വരുന്നു. വാജ്പേയി 13 ദിവസം മറ്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പൂട്ട് പൊളിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ, രാജീവ് ഗാന്ധി ഭരിക്കുമ്പോൾ. പൂട്ട് പൊളിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്നു. പള്ളി സമ്പൂർണ്ണമായി തകർക്കുന്നത് ആര് ഭരിക്കുമ്പോഴാണ്? കോൺഗ്രസ് ഭരിക്കുമ്പോൾ. നരസിംഹറാവു അധികാരത്തിലിരിക്കുക. ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് പരാജയപ്പെടുന്നു. ഇത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല. ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഈ സമീപനം സ്വീകരിച്ചപ്പോൾ എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഇനി നോക്കുക, രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പിൽ പൂട്ട് പൊളിക്കാൻ അനുവാദം കൊടുക്കുന്നു, ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. പിന്നെ വി പി സിംഗ് അധികാരത്തിൽ വരുന്നു. ഈ വി പി സിംഗ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മസ്തകത്തിൽ പ്രഹരിച്ച ഒരു ഭരണാധികാരി എന്ന് പറയാവുന്ന ഒരാളാണത്. എന്നുവെച്ചാൽ മണ്ഡൽ അദ്ദേഹം പുറത്തെടുത്തിട്ടു. മണ്ഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്നും ഏറ്റവും സെല്ലബിളായിട്ടുള്ള, ഏറ്റവും പ്രഹരശേഷിയുള്ള രാഷ്ട്രീയമാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് 85% വരുന്ന ഈ OBC പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ ന്യൂനപക്ഷമായിട്ടുള്ള സവർണർ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു മണ്ഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അതിനെതിരെ വലിയ കലാപങ്ങൾ ഈ സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്നു. ആ മണ്ഡൽ രാഷ്ട്രീയത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന റാം ജന്മഭൂമി പ്രശ്നം BJP വീണ്ടും സജീവമാക്കുന്നത്, അഡ്വാനി രഥയാത്ര നടത്തുന്നത്. മണ്ഡലിനെതിരെ മണ്ഡലിനെ കമണ്ടൽ കൊണ്ട് മറികടക്കുക എന്നുള്ളതായിരുന്നു. ശേഷം ഈ ജനതാദൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അവരെ ഇത് കഴിയുന്നു. ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡൽ രാഷ്ട്രീയം നിശ്ചയമായും അത് വിജയിക്കും, അത് മുന്നോട്ട് പോകും, അവർ മേൽക്കൈ നേടും എന്ന് പ്രവചിപ്പിക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെടുന്നത്. അത് ഓഫ് കോഴ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാതിനെയും മാറ്റിമറിക്കുന്നു. വലിയ സഹതാപ തരംഗങ്ങൾ ഉണ്ടാകുന്നു. നരസിംഹറാവു അധികാരത്തിൽ വരുന്നു. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഈ പറയുന്ന മസ്ജിദ് തകർക്കൽ നടക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കിയാൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഭരണകൂടങ്ങൾ എടുത്തുള്ള നടപടികൾ കോൺഗ്രസ്സിന് രാഷ്ട്രീയ നഷ്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ തകർച്ചയും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് വിഷയത്തിലെടുത്ത നിലപാടുകളും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അത് ആ ഗ്രാഫ് ശരിയാം വിധം നമുക്ക് കാണാൻ പറ്റും. അതൊരു ആശയക്കുഴപ്പത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നിലപാടാണ്. അതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇപ്പോഴും കോൺഗ്രസ്സിൽ ആ ആശയക്കുഴപ്പം തുടരുന്നു എന്നുള്ളതാണ് കമൽനാഥിൻ്റെ പ്രസ്താവന, ഈ ക്ഷണത്തെക്കുറിച്ചുള്ള ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന എല്ലാം കാണിക്കുന്നത്. ഇത് മര്യാദാ പുരുഷോത്തമനായുള്ള രാമന് വേണ്ടി ഒരു ക്ഷേത്രം, ഒരു മന്ദിർ, അതിൽ പൂജ നടക്കുന്നു. അതിലൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? അത് അങ്ങേയറ്റം വയലൻ്റ് ആയിട്ടുള്ള, അങ്ങേയറ്റം ഹിംസാത്മകമായുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ BJPയുടെ രാമൻ എന്ന് പറയുന്ന ഹിംസാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ്. ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ആളാണ് ഗാന്ധിജി. അദ്ദേഹത്തെ കൊല ചെയ്തത് ആരാണ്? ഇതേ സംഘപരിവാറിൻ്റെ നഴ്സറിയിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പം ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന രാമനെയാണോ, സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന രാമനെയാണോ, എന്തിനെയാണ് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തത്, ഇന്ത്യ എന്ന് പറയുന്നത് രാമഭക്തരുള്ളതുപോലെ തന്നെ രാവണ ഭക്തരുള്ള രാജ്യമാണ്. രാമക്ഷേത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ രാവൺ മന്ദിർ ഉള്ളൊരു രാജ്യമാണ്. അതാണ് ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ അവർ രാവൺ ഭക്തരാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യയുടെ ഈ സാംസ്കാരിക വൈവിധ്യം, ദൈവങ്ങളുടെ വൈവിധ്യം, ഇതിനെയെല്ലാം ഒരൊറ്റ മാസ്കുലൈൻ രാമനിൽ, ഒരു പൗരുഷ രാമനിൽ ചുരുക്കിയെടുത്തു എന്നുള്ളതാണ് BJP രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അതിൽ കോൺഗ്രസും പെട്ടുപോയി, ആ ട്രാപ്പിൽ പെട്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോഴും അതിൽ നിന്ന് മുക്തമാകാൻ കോൺഗ്രസ് സാധിച്ചിട്ടില്ല. തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്താണ്, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്, ഇന്ത്യയുടെ സാംസ്കാരിക, മതപരമായിട്ടുള്ള, ആചാരപരമായിട്ടുള്ള, സമ്പ്രദായപരമായിട്ടുള്ള വൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയ പദ്ധതി എന്താണ്, സാംസ്കാരിക പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലായ്മയാണ് കോൺഗ്രസിനെ തകർത്തിട്ടുള്ളത്. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി, ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ക്ഷണം,
ആ ആശയക്കുഴപ്പത്തെ അതിനെ കൂടുതൽ തീവ്രമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ നാസർക്ക് വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ സ്വാധീനിക്കുന്ന തലത്തിലേക്കായിരിക്കും ആ പ്രതിഷ്ഠ അതിന് മാറാൻ പോകുന്നത്? സ്വാധീനിക്കുന്നത് അത് മാത്രമായിരിക്കില്ല. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിനെ പിന്നെ സ്വാധീനിക്കുന്നത്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് മാത്രമാവാൻ വഴിയില്ല. കാരണം പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണി തീരുകയും അത് പിന്നെ തുറന്നു കൊടുക്കപ്പെടുകയും ഉദ്ഘാടനം കഴിയുകയും ചെയ്തതോട് കൂടിയിട്ട് ഒരു പിന്നെ പ്രചരണ എന്താ പറയുക, ഒരു പ്രചരണ വസ്തുത ഇല്ലാതാവുകയാണ്. ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കുക, ആ ഓപ്പറേഷൻ സക്സസ് ആവുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ അത് വെച്ചിട്ട് ഞങ്ങളാണ് ക്ഷേത്രം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല, ഒരുപക്ഷെ അതിന് പകരമായിരിക്കും ഇപ്പുറത്ത് പിന്നെ ഈ ജ്ഞാൻവ്യാപി തുറക്കാൻ പോകുന്നത്, ഈ ജ്ഞാൻവ്യാപിയുടെ വിവാദങ്ങൾ, സംഭവങ്ങൾ തുറക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് പിന്നെ വിജയിക്കും, ഇതുകൊണ്ട് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ജയ സാധ്യതകൾ ഇതാക്കാൻ പറ്റില്ല. ഇത് ഒരു ഘടകം മാത്രമായിരിക്കാം. ഇതിലത്തെ ഒരു പ്രധാന പ്രശ്നം ഈ കോൺഗ്രസ്സിന് ക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ്. അതിൽ പിന്നെ എന്താ പറയുക, അതിൽ അങ്ങനെ പിന്നെ അത്ഭുതത്തിനോ അല്ലെങ്കിൽ ആശങ്കക്കോ ഇതിനൊന്നിനും അവകാശമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ആശയക്കുഴപ്പത്തിലും അതിൽ യാതൊരു സാധ്യതയുമില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ക്ഷണമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനെ തന്നെയാണല്ലോ അത് കാണുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ഷണിക്കേണ്ടതാണ്. അതിൻ്റെ ഭക്തരെയും അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ച ആളുകളെയും. ഇതിൽ ഇപ്പം ഈ നേരത്തെ പിന്നെ ദാവൂദ് പറഞ്ഞതുപോലെ അദ്ദേഹം വിലയിരുത്തിയതുപോലെ അല്ല ഞാൻ ആ സംഗതിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഇതിൽ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെ ഇതിൽ ശിലാന്യാസത്തിന് പിന്നെ സംഭവം ഒരുക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതേപോലെ തന്നെ ഈ പരിപൂർണമായിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ അവസരം ഒരുക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞപ്പം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ആ കാരണം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ കാരണം കൊണ്ടല്ല തോറ്റത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ശിലാന്യാസത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നേരിടേണ്ടി വന്ന അതിഭയങ്കരമായ ആരോപണം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെ നേതൃത്വം നേരിടേണ്ടി വന്ന ഭയങ്കരമായ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി ചോർഹേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ നരസിംഹറാവുവിനെതിരെയും വന്നിട്ടുള്ള, നരസിംഹറാവു ഗവൺമെൻറ്റിനെതിരെയും വന്നിട്ടുള്ള ആരോപണങ്ങൾ വെച്ചാൽ ഈ പറയുന്ന വർഗീയതയേക്കാൾ കൂടുതൽ അഴിമതി എന്ന് പറഞ്ഞൊരു സാധനം മുന്നോട്ട് വന്നപ്പം ഈ സാധനത്തിൽ കോൺഗ്രസ് ഈ സാധനം കൊണ്ട് തോറ്റുപോയി എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്. അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമജന്മക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ അതിന് എത്രമാത്രം പങ്ക് ഈ രാമജന്മഭൂമി പിന്നെ എന്താണ് ഈ പറയുന്ന രാമജന്മഭൂമി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ആ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റിന് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുവന്ന രാമജന്മഭൂമി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ മൂവ്മെൻറ്റിൽ BJP എന്തുമാത്രം രാഷ്ട്രീയ പിന്തുണയോ അല്ലെങ്കിൽ എന്തുമാത്രം തരത്തിൽ BJP അതിൻ്റെ രാഷ്ട്രീയ പിന്തുണയും ഭരണത്തിലിരിക്കുമ്പോൾ കൊണ്ടുള്ള രാഷ്ട്രീയ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ആ സൗകര്യങ്ങളൊക്കെ കോൺഗ്രസും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെയും ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ്സിന് യാതൊരു എന്താ പറയുക ധൈര്യക്കുറവും പേടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു. ഭരണം കിട്ടാനുള്ള സൗകര്യം ഭരണം കിട്ടിയപ്പോൾ ഒക്കെ കംപ്ലീറ്റ് എല്ലാ ഘട്ടത്തിലും അതിലാകെപ്പാടെ കോൺഗ്രസിൻ്റെ ചരിത്രവും കോൺഗ്രസിൻ്റെ ഒരു ദർശനവും ഏതാണ്ട് ഇതിനോട് പരിപൂർണമായിട്ടും യോജിച്ചു പോകുന്ന ഒരു സാധനം തന്നെയാണ്. കോൺഗ്രസിനകത്ത് ഒരിടക്കാലത്ത് എന്ന് മാത്രം പറയാം, ജവഹർലാൽ നെഹ്റു ഒരു നേതാവായിട്ട് ഉയർന്നു വന്നു. അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലത്ത് ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്തിരുന്ന കുറച്ച് ആൾക്കാർ, ഒരു ലെഫ്റ്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയാവുന്ന വളരെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ അവർ നെഹ്റുവിൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പരാജയശേഷമോ അവരങ്ങോട്ട് പിന്മാറി പോവുകയും ചെയ്തു. അതൊഴിച്ചാൽ അതിനു മുൻപും അതിനു ശേഷവും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഈ ഒരു എന്താ പറയുക വളരെ ഒന്നാം തരം ഒരു മൃദു ഹിന്ദുത്വമൊന്നുമല്ല, വളരെ നല്ലൊരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതിൽ ജവഹർലാൽ നെഹ്റു ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഗാന്ധിജി അടക്കമുള്ളവർ ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയവരാണ്. ഗാന്ധിജിയുടെ ഗീത വ്യാഖ്യാനം വളരെ
പ്രസിദ്ധമാണ് ഗാന്ധിജിയുടെ ഗീതവ്യാഖ്യാനം. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പം ഈ കേസരി ബാലഗംഗാധര തിലക് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ആ തരത്തിൽ തന്നെയാണ്. പിന്നെ RSSൻ്റെ സ്ഥാപകരായ ആൾക്കാർ, വിദർഭയിലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു ഹെഗ്ഡേവാർ, ഡോക്ടർ മൂഞ്ച്, ഈ പറയുന്ന ആളുകൾ മുഴുവൻ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ സ്വന്തം കൈപ്പിടിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം പരിവാറിൽ നിന്ന് ഇത് പുറത്തു പോയി BJPയുടെ ഒരു മുതലായി മാറുന്നത് തടയാൻ കഴിയാത്തതാണ് കോൺഗ്രസിനെ പറ്റിയ ഒരബദ്ധം. എല്ലാവരും ഈ പറയുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ഇതെടുത്ത് നോക്കി. ഇപ്പം നെഹ്റുവിൻ്റെ കാലത്താണ് ക്ഷേത്രത്തിന് ഈ പിന്നെ ബാബരി മസ്ജിദിനകത്ത് പിന്നെ ഈ പിന്നെ വിഗ്രഹം വരുമ്പം നെഹ്റു ഒന്നും ചെയ്തില്ല എന്നല്ല ശരിയതിന്. പക്ഷേ അത് ഒന്നും ചെയ്തില്ല. പന്തിന് കത്തയച്ചപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പന്താണ് അവിടെ മുഖ്യമന്ത്രി. പന്തും ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് നേതാവാണ്. നെഹ്റുവിൻ്റെ ഈ കത്തല്ലാതെ എന്നിട്ടും അത് എടുത്തു മാറ്റുന്നുമില്ല. അത് അവിടെ തന്നെ നിലനിൽക്കുന്നു. നെഹ്റുവിൻ്റെ ഒരു കത്തും പിന്നെ നെഹ്റുവിൻ്റെ ആജ്ഞാനുവർത്തി എന്നൊക്കെ പറയാവുന്ന ഒരു മുഖ്യമന്ത്രിയും അവിടെ ഉണ്ടായിട്ട് പോലും അത് എടുത്തു മാറ്റാതെ അവിടെ നിലനിൽക്കുന്നു. അതവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് മുഴുവൻ എന്താ, അതിന് മുൻപിൽ ആളുകൾ പിന്നെ ഈ രാമക്ഷേത്ര സമിതിയുടെ കർമ്മസമിതിയുടെ ആളുകൾ അതിന് മുമ്പിൽ നിരന്തരം ഭജന പാടിക്കൊണ്ട് സമരം നടത്തുന്നു. അങ്ങനെ അവർ സമരം നടത്തുന്ന ആൾക്കാർ സ്വാഭാവികമായി നിരന്തരം സമരം നടത്തുമ്പോൾ ഒരിക്കൽ തുറന്നു തന്നൂടെ, ഒരു തവണ തുറന്നു തന്നൂടെ, ഇങ്ങനെ വർഷത്തിലൊരിക്കൽ തുറന്നു തന്നൂടെ എന്നുള്ള ആവശ്യം കഴിഞ്ഞിട്ട് ഒരിക്കൽ തുറന്നു തന്നൂടെ എന്നുള്ളൊരു ഇതൊക്കെയും ആവശ്യം വരുന്നത് അതവിടെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ. അങ്ങനെ അത് ആദ്യം തുറന്നു കൊടുക്കുന്നു, പിന്നീട് ശിലാന്യാസത്തിന് സ്ഥലം കൊടുക്കുന്നു, പിന്നീട് അത് പൊളിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം ചെയ്തിട്ടുള്ള കോൺഗ്രസിൻ്റെ എല്ലാ സൗകര്യങ്ങളും കാരണം തലമുറ മാറി പ്രധാനമന്ത്രിമാർ മാറി വന്നപ്പോഴും കോൺഗ്രസ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് യാദൃശ്ചികമാണ് എന്ന് കരുതാൻ നിവർത്തിയില്ല. ആ പാർട്ടിയുടെയും അതിൻ്റെയും ബേസ് ഇന്ത്യക്ക് യോജിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്ത് ജനങ്ങളെ പിന്നെ ഏകോപിപ്പിച്ച് നിർത്താനും കൊണ്ടുപോകാനും ചലിപ്പിക്കാനും പറ്റിയ ഒരു ബേസ് എന്ന നിലയിലായിരുന്നു, ഒരു രാഷ്ട്രീയത്തിന് ഒതുങ്ങുന്ന ബേസ് എന്ന നിലയിലായിരുന്നു പിന്നെ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ആദ്യം ഗീതയെ എടുത്തിരുന്നത്. ഗാന്ധിജി ഗീതയ്ക്ക് എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗം എന്നാണ്. അങ്ങനെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ആദ്യകാലത്തുള്ളവർ അത് ഗീത ഒരു പിന്നെ ഇതായിട്ടെടുക്കുന്നു. ഗീതയും ഈ പറഞ്ഞതുപോലെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഒരു പിന്നെ ദർശനം തന്നെയാണ്. ഇവിടുന്ന് മാറിയിട്ട് ഗീതയിൽ നിന്നും കൃഷ്ണനിൽ നിന്നും മാറിയിട്ട് അത് രാമനിലേക്ക് മാറി എന്നല്ലാതെ വേറൊരു മാറ്റം കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരെ ക്ഷണിച്ചതിൽ മറ്റവരുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് അതും തരുന്നില്ല. തികച്ചും സ്വാഭാവികവും ന്യായവുമായ ഒരു ക്ഷണം കോൺഗ്രസിന് കിട്ടിയെന്ന് മാത്രമേ കരുതാൻ അർഹതപ്പെട്ട എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല രാജ്യത്തെ പ്രമുഖരെയെല്ലാം ചടങ്ങിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് സോണിയാഗാന്ധിയെയും ഖർഗെയും ഒക്കെ ക്ഷണിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കും ക്ഷണം ലഭിക്കും. അപ്പോൾ കോൺഗ്രസിന് പുറമെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എന്ത് നിലപാടാകും ഇങ്ങനെയൊരു ക്ഷണം ലഭിക്കുമ്പോൾ സ്വീകരിക്കുക എന്നതും ഒരാകാംക്ഷ ഉയർത്തുന്നത് തന്നെയാണ്.